guys, welcome back to VTalk. So ഇന്നത്തെ ചലഞ്ച് അശ്വമേധം അപ്പൊ ഇന്ന് നമ്മൾ ടീമായിട്ടാണ് കളിക്കാൻ പോകുന്നത്. പുതിയ ആള് ക്രൂരെ തന്നെ നമ്മൾ പിടിച്ചിറക്കിയിട്ടുണ്ട് ഗൈസ്. ഇന്ന് ജബർദാസും ജക്ടർ മൈമിയും ഒരു ടീം ആൻഡ് ഡൊമിനേറ്റർ എക്സും കെംസി കൊമ്പനും ഒരു ടീമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് അടിക്കാത്തതിന് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കാൻ സബ്സ്ക്രൈബ് ഗൈസ്. റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എല്ലാം എനേബിൾ ചെയ്തിട്ടേക്കുക. അതിന് മുമ്പ് ഞാൻ റൂൾസ് പറഞ്ഞുതരാം. അശ്വമേധം കളിച്ചിട്ടുണ്ട് മുമ്പ്. പിന്നെ എന്താ ബേസിൽ ജോസഫ് ട്രെൻഡായത് ഞാൻ പറഞ്ഞുതരാം. കലാ കായിക സാഹിത്യ മത്സരം 1920 മുമ്പുള്ള ജനനം അല്ല, സിനിമയാണ്. ടോപ്പിക് സിനിമയാണ്. സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അശ്വമേധ പരിപാടിയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബൗളില് കുറച്ച് സിനിമ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും. അത് ഒരാള് നറുക്കെടുത്ത് എടുത്തു വെക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ചോദിക്കും മോഹൻലാൽ ആണോ അല്ലെങ്കിൽ ഏതാണ് നടൻ, ഇന്ന ആളാണോ ചോദിക്കരുത്. മമ്മൂട്ടി മോഹൻലാൽ അല്ല അങ്ങനെ ചോദിക്കാം. രണ്ടെണ്ണത്തിന് പിന്നെ എന്താ അങ്ങനെ ചോദിക്കരുതെന്നാ. പിന്നെ അശ്വേതം പിന്നെ എന്താണ് നടന്മാരുണ്ട് എസ് പറഞ്ഞാൽ പറഞ്ഞാൽ മതി. ഓക്കെ അപ്പൊ എന്തായാലും നേരെ വീഡിയോയിലേക്ക് ലെറ്റ്സ് ഗോ. ഫസ്റ്റ് എടുത്തോ, ഞാൻ എടുത്തോ. എത്ര ക്വസ്റ്റ്യൻ? 15 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടുള്ളൂ. പറഞ്ഞോ. പുതിയ പടമാണോ പഴയ പടമാണോ? പഴയ പടം. പഴയ പടം. എന്തായിരുന്നു പഴയ പടം? യെസ് ഓർ നോ? യെസ്. അപ്പൊ പഴയ പടമാണെന്ന് പറഞ്ഞാൽ നോക്കേ. ഇപ്പൊ നോക്കാം. ആദ്യം പഴയ പടമാണ് ചോദിച്ചത്. യെസ്. മോഹൻലാൽ ഉണ്ടോ സിനിമയില്? നോ, ഇല്ല. 2 വർഷം കഴിഞ്ഞ് 2024 ശേഷം ഇറങ്ങിയ പടമാണോ? നോ, അതുമല്ല. വെറുതെ ക്വസ്റ്റ്യൻ കളഞ്ഞു. എനിക്ക് നോ പറഞ്ഞു എടുത്തു. നീ പറ. 1999 ശേഷം ഇറങ്ങിയ പടമാണോ? നോ, അല്ല. അതിന് മുന്നേ ഉള്ള പടമാണോ? അത് ഞാൻ ചോദിച്ചില്ല. അത് ചോദ്യമാണ് ബ്രോ. ചോദ്യം തന്നെയാണ്. നടൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ? മമ്മൂട്ടിയാണോ നടൻ? നോ. ബുദ്ധിപരമായിട്ടുള്ളൂ. യെസ്. അതൊന്നും പറഞ്ഞില്ല. ചോദ്യമായിരിക്കും. റൊമാൻറ്റിക് പടമാണോ? യെസ്. കുഞ്ചാക്കോവിന്റെ പടമാണോ? യെസ്. അനിയത്തി പ്രാവാണോ? നോ. ഒരു ഗസിംഗ് കഴിഞ്ഞിട്ടോ, 3 ഗസിംഗ് ഉള്ളൂ. 15 പ്രാവശ്യമല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ? യെസ്. പൃഥ്വിരാജ് ഉണ്ടോ? നോ. പടം പറഞ്ഞോട് ഇയാൾക്ക്. നിറം? അതെ. യെസ്. എന്ത് പറ്റി? അയ്യോടാ കരയില്ലേ. പോട്ടെ, സാരില്ല ബ്രോ. സാധനം എടുത്തേ. ഗൈസ്, നമുക്കൊരു പോയിന്റ് ആയിട്ടുണ്ട്. ബ്രോടെ ക്വസ്റ്റ്യൻ ചോദിക്കണോ? ഞാൻ ചോദിക്കി തരാം. അയ്യോ ഞാൻ ചോദിക്കാം. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ്, പൃഥ്വിരാജ് അടങ്ങുന്ന സിനിമയാണോ? അല്ല. ഇതിലൊന്നുമില്ല. ഇല്ല. കുഞ്ചാക്കോ ബോബൻ, ദുൽഖർ, ടൊവിനോ, ജയസൂര്യ ഉണ്ടോ? ഇല്ല. അല്ല. അതില് അങ്ങനെ കാര്യമില്ല. അങ്ങനെയാണ് ഗെയിം. എന്താണ് ക്രൂ? പിന്നെ ഒരു 10 നടന്മാര് ഒന്നുമില്ല. എന്താണ് ക്രൂ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഞാൻ ക്രൂവിന്റെ അടുത്തല്ലേ ചോദിച്ചേ. നമ്മള് നിങ്ങളുടെ അടുത്താ പറഞ്ഞേ 5. എന്നിട്ട് ഒന്നുമില്ല. 6. വേണ്ടാന്ന്. ഞങ്ങൾ പറയണതാട്ടോ ഇവിടെ. 8. ഇതിലെങ്ങനെ ചോദ്യം വരാ? ഇതെങ്ങനെ ചോദ്യം തന്നെയാണല്ലേ? പരിചയമുള്ള നടന്മാരാണോ? പിന്നല്ലാതെ. നീമ്പോളിയുടെ പടമാണോ? അല്ല. 10 ക്വസ്റ്റ്യനായി. 11. 10 ക്വസ്റ്റ്യനായി. ഇതില് നടനാണോ നടിക്കാണോ പ്രാധാന്യം കൂടുതൽ? എല്ലാ സിനിമയിലും നടിക്കാണ് പ്രാധാന്യം കൂടുതൽ. അപ്പൊ ഇങ്ങനത്തെ എങ്ങനെ പറയും? 13. ഇനി ആരെ ഇത്
നടനാണല്ലേ? ഏത് നടനുള്ള അതിനകത്ത് കുറെ നടന്മാരുണ്ടാവും. ഒരു ദിവസം എന്നിട്ട് ഏത് നടനുള്ളതാണ് ചോദിച്ചേ? അവൻ എന്നോട് ചോദിച്ചത്. ആണോ? അത് ഞാൻ ഇച്ചുമ്പോ ഇവിടെ ചോദിച്ചപ്പോൾ നിങ്ങൾ കൂട്ടുകാരുന്നേ എന്നെ 11 ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അടുത്ത റൗണ്ട് കൊമ്പൻ മണ്ടനാണോ? നോ. അയ്യോ അതങ്ങനെ ഞങ്ങള് 3 ക്വസ്റ്റ് ചെയ്യും. 3 കേസ് ചെയ്തോ? Guess ചെയ്യാനാണ്. ഓം ശാന്തി ഓശാന. അല്ല നമ്മള് കുറച്ച് ലിസ്റ്റ് പറഞ്ഞില്ലേ? ആ ലിസ്റ്റിലില്ലാത്ത ഏതൊക്കെയാണെന്ന് ഇപ്പൊ അവൻ ചോദിക്കും. പഴയ പടം പടകി ചെമ്മീൻ. അല്ല അല്ല ദിലീപിന്റെ പടമാണോ? അല്ല ഫാസിലിന്റെ പടം 22 ഫീമെയിൽ കോട്ടയം. നിങ്ങളത് പാതിന് ഉൾപ്പെടുത്താതെ. പാതിന്റെ പേരെന്താ ബ്രോ പറഞ്ഞേ? ഇവനെല്ലാം കൂടി ചോദിച്ചോണ്ട് ഇതില് ഏതിപ്പോ പറയാറില്ല. ആദ്യം 5 ചോദിച്ചു, പിന്നെ അടുത്ത 5 ചോദിച്ചു. ബ്രോ എങ്ങനെ പോണോ? ഇങ്ങനെ തന്നെ പോണോ അതോ പഴയ പോലെ പോയ നോർമൽ പോയ പോലെ? എന്നാ ബ്രോ എടുത്തോ. കുന്തം പോയ കുടത്തിലും തപ്പണം. സോ ഗൈസ്, അപ്പൊ എന്തായാലും കറക്റ്റ് 15 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഈ ഉടായ്പ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇനി മുതലുണ്ടാവില്ല, സെക്കൻഡ് റൗണ്ടും അല്ല. ഓക്കെ ഓക്കെ ഏതാമ്മ പറയില്ല. കൂട്ടല്ലേ നീ പറഞ്ഞു. മോഹൻലാല്, മമ്മൂട്ടി, ദിലീപ് ഇവരുടെ പടമാണോ? പൃഥ്വിരാജ്, നിവിൻ പോളി, സുരേഷ് ഗോപി, ഫഹദ് ഫാസില്, ജയറാം ഉണ്ടോ? ഇതിനകത്തുണ്ടോ? ഇല്ല. ഉണ്ടാ? ഇല്ലേ? ഉണ്ട്. ഇതിനകത്താണോ ഉള്ളേ? ഇതൊക്കെ പറഞ്ഞു. പൃഥ്വിരാജാണോ? അല്ല. 4 ക്വസ്റ്റിനെ. കുഞ്ചാക്കോവനാണോ? അല്ല. ജയറാമാണോ? അല്ല. സുരേഷ് ഗോപിയാണോ? ആറ് പടം കഴിഞ്ഞ്. അല്ല, സുരേഷ് ഗോപി ഉണ്ട്. ക്രൈം ത്രില്ലർ ആണോ? അല്ല. അല്ല. 2020 ശേഷമുള്ള പടമാണോ? അതെ. സുരേഷ് ഗോപി അതല്ല പറഞ്ഞേ. സുരേഷ് ഗോപിയാണ് അതിനകത്ത് മെയിൻ നടൻ. അല്ല. പത്തെണ്ണം കഴിഞ്ഞ എന്ത് ഞാൻ അത് ഓൾറെഡി ജയറാം കൊണ്ടുപോയി ഇല്ലാന്ന് പറഞ്ഞില്ല അവര്. പിന്നല്ല എന്ത്. സുരേഷ് ഗോപി മറ്റേ ഇതായിട്ട് വന്നിട്ടുണ്ടല്ലോ, മറ്റേ വക്കീലായിട്ട് വന്ന പടം ഏതാണ്? JSK. മറ്റേ മുടിയൊക്കെ ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് ഭരചന്ദ്രൻ IPS. സുരേഷ് ഗോപിയുടെ പുതിയ പടങ്ങൾ ഏതൊക്കെയാണെന്നല്ലോ എന്നോട് പറഞ്ഞേ. അറിയില്ല. 11. സുരേഷ് ഗോപി ഗസ്റ്റ് റോൾ നല്ല വിദ്യാർത്ഥി എപ്പോഴും നല്ല ചോദ്യങ്ങൾ ചോദിക്കണം. ചോദിക്കും. മഞ്ജു വാര്യർ ഉണ്ടോ? ഇല്ല. ആസിഫ് അലി ഉണ്ടോ? ഇല്ല. പുതുമുഖ നടനാണോ? അല്ല. റൊമാൻറ്റിക് പടമാണോ? വർഷങ്ങൾക്ക് ശേഷം റൊമാൻറ്റിക് പടം അല്ല. അയ്യോ, ഞാനത് മനസ്സിലാക്കാത്ത പോലെ. ഓ, എന്തൊരു അഭിനയ. വർഷങ്ങൾക്ക് ശേഷമാണോ ഞാൻ ഇപ്പൊ ചോദിക്കണല്ലേ? ഞാൻ ചോദിക്കണം, വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോ ആണോ ചോദിക്കണല്ലേ? വേറെ അല്ല, 2 ദിവസം റൊമാൻറ്റിക് പടം ആണോ അല്ലെന്ന് ചോദിച്ചപ്പോ ഞാൻ വിട്ട് വേറെ ഒന്നുമില്ല. പെട്ടെന്ന് 2 സിനിമ പേര് പറ. ക്രിസ്ത്യൻ ബ്രദേഴ്സ് അല്ല. ഇത് മലയാളം ഡബ്ഡ് ഒന്നും അല്ലല്ലോ. അത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. ഇത് എന്തിനാണ് കാണിക്കണേ? ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്തിനാ കിസ് ചെയ്യണേ? രണ്ട് ചോദ്യം. എന്തിനാ ക്രിസ്ത്യൻ ബ്രദേഴ്സ് കിസ് ചെയ്യണേ? എടാ, അതിനകത്ത് മോഹൻലാലും മമ്മൂട്ടി ഒന്നും ഇല്ലാന്ന് പറഞ്ഞു ഈ പടത്തില്. അല്ല, നീയല്ലേ പറഞ്ഞ നീ വിട്ടൂന്ന്. നീ വിട്ടില്ലേ? പൊട്ടത്തരം എന്തിനാ പറയണേ? രണ്ടെണ്ണം കൂടി വെറുതെ പറഞ്ഞു. 2020 കൂടെ ചോദിക്കാം. തോറ്റ് പറഞ്ഞോ. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ചിരിച്ചത്. ഞാൻ സുരേഷ് ഗോപി എന്നല്ല വേണ്ട പറഞ്ഞ. നിവിൻ പോളി എന്ന് പറഞ്ഞില്ലേ? ഞാൻ സുരേഷ് ഗോപി ഉണ്ടോ? നിവിൻ പോളി സുരേഷ് ഗോപി ഇത് ഉണ്ടോന്ന് ചോദിച്ചേ. ഞങ്ങളവിടെ സുരേഷ് ഗോപി ചിറ്റ് കാണിച്ചു, നിങ്ങളത് സുരേഷ് ഗോപി ആക്കി. അതാണ് നീണ്ടായത്. നിങ്ങൾ ആദ്യം നിവിൻ പോളി, ദുൽഖർ ഇത് ഇങ്ങനെ ചോദിച്ചു, സുരേഷ് ഗോപി ചോദിച്ചു. അതിൽ ഞങ്ങൾ യെസ് പറഞ്ഞു. അതിൽ ബാക്കി അല്ലാണ്ട് ചോദിച്ചില്ലേ? ഇല്ല. സുരേഷ് ഗോപി ഉണ്ടോ നിങ്ങൾ ചോദിച്ചു. നിങ്ങൾ ജയറാമ ചോദിച്ചു, ബാക്കി എല്ലാം ചോദിച്ചു. ഞാനവിടെ പറയും ചെയ്തു. അത് പറയണമായിരിക്കണോ അല്ലേ? എനിക്ക് മനസ്സിലായി. ഞങ്ങള് വർഷം അപ്പക്ക് ഇവൻ എന്റെ അടുത്ത് ഞങ്ങൾ പറയണായിരിക്കില്ലേ? ഞാനിങ്ങനെ തേങ്ങ. മമ്മൂട്ടി, മോഹൻലാല്, സുരേഷ് ഗോപി, ദിലീപ്, പൃഥ്വിരാജ്. ഇയാൾ ഇവരുണ്ടോ? ഉണ്ട്. മമ്മൂട്ടി, മോഹൻലാല്, ദിലീപിന്റെ പടമാണോ? ഇതിലേതെങ്കിലും ഒരാളുണ്ടായില്ലേ? ഉണ്ട്.
ഇവര് 3 പേരുണ്ടോ? ഇല്ല. ഈ പറഞ്ഞ 3 പേര് 2 പേരുണ്ടോ? ഇല്ല. അപ്പൊ അതുമല്ല. ദിലീപിന്റെ പടമാണോ? അല്ല. മോഹൻലാലിന്റെ പടമാണോ? അതെ. എത്ര വർഷനായി? 6. ആദ്യം മമ്മൂട്ടിയുടെ പറഞ്ഞതിനോട് ഇൻവെസ്റ്റിഗേഷൻ ആണോ ക്രൈം ത്രില്ലർ ആണോ? ആണ്. എന്താ ഞാൻ പറഞ്ഞേക്കുന്നത് ആ ക്വസ്റ്റ്യനിൽ ഇതുണ്ട്. ഫസ്റ്റത്തെ ആണോ രണ്ടാമത്തെ ആണോ പറയാൻ പറ്റൂല. 2005 ശേഷമുള്ള പടമാണോ അതിന് മുമ്പുള്ള പടമാണോ? ആണ്. അങ്ങനെ ചോദിക്കല്ലോ പൊട്ട. ചോദിച്ചു കഴിഞ്ഞാൽ ഏതിലാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. 2005 മുമ്പുള്ള പടമാണോ? അല്ല. ഞങ്ങൾക്ക് അങ്ങനെയെല്ലാം ചോദിച്ചാൽ പോലെ രണ്ടും കൂടെ പൊട്ടെ ഞാൻ പറഞ്ഞതാ. ഞാൻ നിർത്തി. 2005 ശേഷമുള്ള പോലീസായിട്ടാണ്. അല്ലല്ല, പോലീസ് ഓഫീസർ അല്ല. ഇതിലൊരു ചെകുത്താൻ വണ്ടി ഓടിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനത്തെ മോഹൻലാലിനെ വല്ല ഏട്ടാമെങ്ങാനാണോ അതിൽ വിളിക്കുക? നമ്മള് മമ്മൂട്ടിയാണോ മോഹൻലാലിനെ പറഞ്ഞു കറക്റ്റാണോ? മോഹൻലാല് അങ്ങനെയാണോ? മമ്മൂട്ടിന്നല്ല പറഞ്ഞത്. മമ്മൂട്ടിയുടെ പടമാണോ? ഞാൻ മമ്മൂട്ടിയുടെ പടമാണോ? മോഹൻലാൽ ബ്രോ 2 പ്രജ ഗസ് ചെയ്ത് 3 ഒരെണ്ണം ഗസ് ചെയ്തു. പ്രജ അല്ല. അല്ല. ശ്രീനിവാസൻ ഉണ്ടോ കൂടെ? ഇല്ല. ഇന്നസെന്റ് ഉണ്ടോ കൂടെ മോഹൻലാലിന്റെ കൂടെ? ഇന്നസെന്റ് ഇല്ല. ഇല്ല ഇല്ല. കിരീടം. കിരീടം ഏത് സമയത്തേടെ പടം? 2005 ശേഷമാണോ? എടാ നീ ഈ 2005 ശേഷം എന്നുള്ളത് മുമ്പോട്ടാണോ താഴോട്ടാണോ ഉദ്ദേശിച്ചത്? 2005 കഴിഞ്ഞിട്ട് 2006 മുമ്പോട്ടാ. അങ്ങനെ പറയാ. അപ്പൊ പുതിയ പടം വരൂലേ? ഞാൻ 2005 താഴേക്കെന്നാ വിചാരിച്ചേ. എമ്പുരാൻ ആണ്. അല്ല പിന്നെ ചോദിക്കട്ടോ പൊട്ട. ഞാൻ 2005 ശേഷം പുതിയ പടമാണോ? അല്ല. 2005 താഴേക്കുള്ള പടമാണോ? അല്ല. 2015 മേലേക്കുള്ളതാണോ? അതെ. മോഹൻലാല്, മമ്മൂട്ടി, ദിലീപ്, ഫഹദ് ഫാസില്, പൃഥ്വിരാജ് ഇവരുണ്ടോ? ഇല്ല. ദുൽഖർ, പ്രണവ് മോഹൻലാല്, നീംപോളി, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ ഇവരുള്ളതാണോ? അല്ല. നീംപോളി പറഞ്ഞു. ഫഹദ് ഫാസില്, ഉണ്ണിമന്തം, ജയറാമ്. അല്ല. 6 സുരേഷ് ഗോപി, കുഞ്ചാക്കോ ബോബൻ. പേരെന്നിപ്പോ പറയാനുള്ളൂ. സുരേഷ് ഗോപി, കുഞ്ചാക്കോ ബോബൻ. സുരേഷ് ഗോപി, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, ഇന്ദ്രജിത്ത്. അതിനകത്തുണ്ടോ? ഉണ്ട്. സുരേഷ് ഗോപിയാണോ? അല്ല. ജയറാമാണോ? അല്ല. കുഞ്ചാക്കോ ബോബൻ ആണോ? അല്ല. അപ്പൊ മറ്റേ ആള് ഇന്ദ്രജിത്തിന്റെ പടം. ഇന്ദ്രജിത്തിന്റെ പടമാണ്. അല്ല. അല്ല. അയ്യോ, ഇന്ദ്രജിത്ത്. അതല്ല ഇപ്പൊ അല്ല പറഞ്ഞത്. അല്ലെന്ന് പറഞ്ഞു. അതല്ല പറഞ്ഞപ്പോ നിങ്ങളല്ലാന്ന് പറഞ്ഞു. പിന്നെ ഇന്നത്തെ വേറെ ഏതാ? കുഞ്ചാക്കോവൻ പറഞ്ഞു, നമ്മള് ജയറാം പറഞ്ഞു, ഇന്ദ്രജിത്ത് പറഞ്ഞു, മറ്റേ ആരായിരുന്നു? ജയസൂര്യയുടെ പടം. അപ്പൊ ജയസൂര്യയുടെ മറ്റേ ആനപ്പിണ്ടുള്ള പടം ഏതായിരുന്നു? ആനക്കൊരു 3 ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാണ്ട്. വെയിറ്റ് പൂരം പണ്ട് തൊട്ടേ കമ്മലിട്ടേ ആനയുള്ള പടം. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണോ? ഏകദേശം. അതെ. ജയസൂര്യയുടെ ആകെ ഇൻവെസ്റ്റിഗേഷൻ വരുന്നത് ആ പ്രേതം. അല്ലല്ല, വേറെ ഏതാ? ഇടി ഇവൻ പോലീസായിട്ടുള്ള. അത് പുതിയ പടമല്ലേ? അല്ല, പഴയ 2-1 പോന്നോട്ടെ. 100 കോടി ക്ലബിൽ കയറിയ പടമാണോ? അല്ല. 2015 മുമ്പുള്ള പടമാണോ? ആണ്. അതെ. മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, ജയറാം, സുരേഷ് ഗോപി ഇതിലുണ്ടോ? ഉണ്ട്. ഇതിലുള്ള ഈ 5 പേര് പറഞ്ഞില്ലേ, ഇതില് 1-2 പേരോ അതിൽ കൂടുതലോ ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണോ? ആരൊക്കെ പറഞ്ഞിരുന്നത്? മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ്, ജയറാമോ? ഇല്ല. 2 പേര് അഭിനയിച്ചിട്ടില്ല ഒരുമിച്ച്. സിംഗിൾ പടം. ഇതിനകത്തുള്ളതിൽ 2 പേര് അഭിനയിച്ചിട്ടില്ല. വേറെ ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ടോ ഇവരുടെ കൂടെ?
ഉണ്ട്. രണ്ട് സ്റ്റാർഡം ഉള്ള ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ട്. നല്ല ആൾക്കാരായിരുന്നു. ടോപ്പ് 10 മലയാളത്തിൽ പറഞ്ഞ ലിസ്റ്റും പ്രോ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. നല്ല സ്റ്റാർ വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റാർ വാല്യൂ ഉള്ള രണ്ടുപേര്, മെയിൻ ആള് ചേട്ടനും മറ്റാൾ അനിയനായിട്ടാണ് അഭിനയിക്കണേ. ആണ്. മമ്മൂട്ടിയുടെ പടമാണോ? അതാദ്യം പറഞ്ഞാണെന്ന്. അല്ല, സിംഗിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. മമ്മൂട്ടിയുടെ പടം, മമ്മൂട്ടി ചേട്ടനായിട്ട്, മറ്റവൻ അനിയൻ. അതാരാ? ഞാനൊരു പേര് കേട്ടെ നിനക്ക് എന്റെ അടുത്ത് തരാം. പറഞ്ഞോ. മമ്മൂട്ടിക്ക് അതില് 2ൽ കൂടുതൽ അനിയന്മാരുണ്ടോ? ഇല്ല. ഇല്ലേ? ക്രൈം ത്രില്ലറാണോ? അല്ല. ഫാമിലി പടമാണോ? ഫാമിലിത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള പടമാണോ? മമ്മൂട്ടി എന്നിട്ട് വീടിന്റെ പുറത്താവോ ഈ സിനിമയില്? മമ്മൂട്ടി വീടിന്റെ പുറത്താവോ? മമ്മൂട്ടി ഇറങ്ങി പുറത്താവും. അങ്ങനെയല്ല, വീട്ടിൽ നിന്ന് പുറത്താക്കോ ആ സിനിമയില്? മമ്മൂട്ടി അതില് കർഷകനാണോ? അല്ല. വീട്ടിൽ നിന്ന് പുറത്താക്കും എന്തായാലും. മറ്റേതാണ് വീട്ടിൽ നിന്ന് പുറത്താക്കണത്. വാത്സല്യത്തിലല്ല, മറ്റേ പൃഥ്വിരാജ് പോക്കിരാജ്. പിന്നെ ഏതാ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്? ഏതേതാ? ചെറുപ്പാലത്ത് പുറത്താക്കണ പറയും. നമുക്ക് തെറ്റി പറ്റിയോ? മമ്മൂട്ടിക്ക് ഒരു കണ്ണതില് സീനുണ്ടാ? ഉണ്ട്. രാജമാണിക്യം. വീട്ടിൽ നിന്ന് ആ കൊച്ചു കയറി രാജ ബെല്ലാരി രാജ 2020 ശേഷമുള്ള പടമാണോ? അതെ. മോഹൻലാല്, മമ്മൂട്ടി, പൃഥ്വിരാജ്, ദുൽഖർ സൽമാന്, ആസിഫ് അലി, ഇവരുടെ ആരെങ്കിലും പടമാണോ? അല്ല. നിവിൻ പോളി, പ്രണവ് മോഹൻലാല്, ആരെന്ന് പറഞ്ഞ പൃഥ്വിരാജ്. അല്ല, നിവിൻ പോളി. ഇയാൾ കൂടുന്നത് നിവിൻ പോളി, പ്രണവ് മോഹൻലാല്, ധ്യാൻ ശ്രീനിവാസൻ, നെസ്ലൻ, ഫഹദ് ഫാസില്. അല്ല. ആസിഫ് അലി. അത് ആസിഫ് അലി അല്ലേ ഇപ്പൊ പറഞ്ഞേ? ഇല്ല. ആസിഫ് അലി പറഞ്ഞു സത്യമായിട്ട് പറഞ്ഞു ആസിഫ് അലി പറഞ്ഞു സത്യമായിട്ട് പറഞ്ഞു ആസിഫ് അലി പറഞ്ഞു. ഏതിൽ ആസിഫ് അലി? ആസിഫ് അലി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലടേ. പിന്നെ പുതിയ നടന്മാരുടെ പേര് പറഞ്ഞേ. കുഞ്ചാക്കോൻ പറഞ്ഞില്ലല്ലോ. പുതിയ നടന്മാരാണ് അതൊക്കെ. പുതിയ നടന്മാരാ ഇപ്പൊ അഭിനയിക്കുന്ന സിനിമകളിലോ? പറയില്ല ഡയറക്ടറിന്റെ പേരെന്താ? പറയൂലേ? സൗബിൻ. സൗബിൻ. ഉണ്ണിമൂന്തൻ ചോദിക്കും. ആസിഫ് അലി, സൗബിൻ, ഉണ്ണിമൂന്തൻ, ബേസിൽ ചോദിക്കും. ബേസിൽ ജോസഫ്, ടൊവിനോ. അല്ല. 4 വർഷം കഴിഞ്ഞ്. 4 ദിവസം കഴിഞ്ഞ്. മറ്റവന്റെ പേരെന്തായിരുന്നു? മറ്റേ പണിക്കാത്തവന്റെ പേരെന്താ? പണി സിനിമയിലവന്റെ ശംസുദ്ദീൻ ഉണ്ടോ? ഇല്ല. എടേ, ഒരു 4-5 കൂട്ടിയിട്ട് ചോദിക്കേ. ഒറ്റോരോന്ന് ചോദിക്കില്ലേ? അവരുടെ പേര് പറഞ്ഞേ. ഇത് പ്രേതപ്പടാണോ? അല്ല. മറ്റേ പേരെന്താ? മറ്റേ റോബോട്ട് മറ്റേ കൊടുക്കുന്നത് ഷറഫുദ്ദീനും പിന്നെ മറ്റേ പേരെന്താ? റോബോട്ടില്ലേ? റോബോട്ട് മോൻ കൊടുക്കുന്നത് അച്ഛന് കമ്പനി കൊടുക്കാൻ. സുരാജ്. ഷറഫുദ്ദീൻ, സുരാജ് ഉണ്ടോ? ഉണ്ട്. രണ്ടുപേരുണ്ടോ? അല്ല, ഷറഫുദ്ദീനും സുരാജും ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിലാരെങ്കിലും ഉണ്ടോന്നല്ലേ? ഷറഫുദ്ദീനും സുരാജും ഉണ്ടോന്ന് ചോദിച്ചേ. പടക്കളം. ശരിയാ. അപ്പൊ ഗൈസ് ഇവർക്ക് 3, നമുക്ക് 2. നമ്മളല്ല, നിങ്ങളല്ല എടുക്കണ്ടേ? എന്തിട്ടാലും കൈയിട്ടോളൂ. മമ്മൂട്ടി, മോഹൻലാല്, ജയറാം, സുരേഷ് ഗോപി, ദിലീപ് ഉണ്ട്. ഇതില് ഒരാളുടെ പടമാണോ അതോ ഒന്നി കൂടുതലുള്ള ആൾക്കാരുണ്ട്? അതില് ഒരാളുടെ പടം. ഒന്നി കൊറേ ആൾക്കാരുണ്ട്. പോയെന്ന് കൊറേ ആൾക്കാരല്ലേ പറഞ്ഞേ? ഇതിൽ ദിലീപിന്റെ പടമാണോ? അല്ല. മമ്മൂട്ടിയുടെ പടമാണോ? ആണ്. ക്രൈം ത്രില്ലർ ആണോ? അല്ല. റൊമാൻറ്റിക് പടമാണോ? അല്ല. അതുണ്ട്. റൊമാൻറ്റിക് ഉണ്ട്. ഉണ്ട്. മമ്മൂട്ടി ഇതില് മുണ്ടാണോ ധരിക്കണത് ഫുൾ ടൈം? അല്ല. അല്ല. 2005 മുമ്പ് ഇറങ്ങിയ പടാണോ? അല്ല. 50 കോടി ക്ലബിൽ കയറിയുണ്ടോ? ഇല്ല. അപ്പൊ ഏതോള പടം? മമ്മൂട്ടി അതിൽ ഗേ ആയിട്ടാണോ? അത് അല്ല. അല്ല. അച്ഛനും മോനുമായിട്ടുള്ള ഒരു ബന്ധം പറയണ ഒരു സിനിമയാണ്. അച്ഛനും മോനായിട്ടുള്ള ബന്ധം പറയുന്നുണ്ടെന്ന്. ഉണ്ട്. മമ്മൂട്ടി അതിൽ ഭൂതമായി വരുന്നുണ്ടോ? ഇല്ല. അത് പഴയതാ, നല്ല പഴയതാ. അല്ല, 2015 ശേഷം. നായിക മലയാളിയാണോ? മലയാളി അല്ല. കിട്ടാനുള്ളതായിട്ടില്ല. അതാണോ? ചോദിച്ചോക്ക്. അതേതാ പടം? എനിക്കറിയില്ല.
ഗസ് ചെയ്തോ. ഇനി 3 ഗസ് ഉണ്ട്, അതിലൊരു ഗസ് തീർത്തോ. ഇനി 2 കൂടെ ഉള്ളൂ. ഇൻ കേസ് അതല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ചാൻസും കൂടി ഉണ്ടാവും. മനസ്സിലായോ? ഈ സിനിമയില് ആനയുണ്ടോ? മുറ്റത്താ? പിന്നെ മുറ്റത്ത് ആനയുണ്ടോ? അടിച്ചോരില്ലേ? ഉണ്ടാ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. നിക്ക് 2 വർഷം കൊണ്ട് പോയില്ലേ? അവന്റെ അച്ഛന് ഇതാണോ? മമ്മൂട്ടിയുടെ അച്ഛൻ ഇന്നസെന്റ് ആണോ? ആണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചോദ്യത്തിന്റെ ആൻസർ തുർപ്പുകിലാനല്ലേ? ഏതാ? 2020 ശേഷമുള്ള പടമാണോ? അതെ. മോഹൻലാല്, മമ്മൂട്ടി, പൃഥ്വിരാജ്, ആസിഫ് അലി, ഫഹദ് ഫാസിൽ ഇവരുടെ ആരിലാണോ? ആദ്യം എന്താ പറഞ്ഞേ? മോഹൻലാല്. അതെ അതെ. ആസിഫ് അലി ആണോ? അല്ല. ഫഹദ് ഫാസിലാണോ? അതെ. മറ്റേ പടമായിരുന്നു ആവേശം. പടത്തില് ഫഹദ് ഫാസിൽ ഗുണ്ടയാണോ? ഏകദേശം ഒക്കെ. ആവേശമാണോ? അതെ. പറഞ്ഞു തരും ആവേശം. നമുക്ക് കിട്ടിയില്ല എന്ത് ചെയ്യുന്നു ബ്രോ? അത് പറയാണ്ടിരിക്കാൻ അത് പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അപ്പൊ തന്നെ ചോദിച്ചു ഗുണ്ടയാണെന്ന്. അല്ല ബ്രോ എന്തിനും കൈയിടാൻ അങ്ങോട്ട് വന്നോളൂ. 100 കോടി ക്ലബ്ബ് ആണോ? നോക്കട്ടെ. അപ്പൊ അത്യാവശ്യം നല്ല സീൻ പടം. 100 കോടി ക്ലബ്ബ്. ആണ്. പിന്നെ വേറെ 100 കോടി ക്ലബ്ബാ? 100 കോടി ക്ലബ്ബ്. മോഹൻലാലിന്റെ പടമാണോ? അല്ല. നെസ്ലിന്റെ പടമാണോ? അല്ല. സൗബിന്റെ പടമാണോ? ഇല്ല. മമ്മൂട്ടിയുടെ പടമാണോ? അല്ല. നീമ്പോളി, ദുൽഖർ സൽമാൻ, ഉണ്ണി മുകുന്ദൻ ഇവയിലാരെങ്കിലും പടമാണോ? അല്ല. നമുക്കൊന്ന് ഫോൺ നോക്കാൻ പറ്റും. 2015 ശേഷമുള്ള പടമാണോ മുമ്പുള്ള പടമാണോ? അതെ. അങ്ങനെ ചോദിക്കല്ലേ. അല്ല അത് കൃത്യമായിട്ട് ചോദിക്കണം. ഞങ്ങൾക്ക് ശേഷമുള്ള പടമാണ്. കൃത്യമായിട്ട് ചോദിക്കട്ടെ. നീ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, 2 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ പ്രശ്നം. നീ 2020 ശേഷമുള്ള പടമാണോ? അതെ. ടോവിനോ നടനാണോ? അതെ. ഒരു വെള്ളപ്പൊക്കത്തിന്റെ ബേസ്ഡ് ആയിട്ടുള്ള കഥയാണോ? അല്ല. ബേസിലുണ്ടോ? ഇതില് ഉണ്ട്. സൂപ്പർ ഹീറോ പടമാണോ? ആണ്. മിന്നൽ മുരളി അല്ലേ? എന്താണ് 2020 ശേഷമുള്ള പടമാണോ? അതെ. 100 കോടി ക്ലബ്ബ് കയറിയുണ്ടോ? ഇല്ല. മമ്മൂട്ടി, മോഹൻലാല്, ടൊവിനോ, ഫഹദ് ഫാസില്, ആസിഫ് അലി. ഉണ്ട്. ആസിഫ് അലി. ഇല്ല. ടൊവിനോ. ഉണ്ട്. ടൊവിനോ മറ്റേ അതിനകത്തെ പെണ്ണിന്റെ പേരെന്താ? മായ. അതല്ല. പെണ്ണിന്റെ ആ പെണ്ണിന്റെ പേരെന്താ പറയാ? പടം സിഗരറ്റിനെ ബന്ധപ്പെട്ടിട്ടാണോ? സിഗരറ്റ് വലിയ ബന്ധപ്പെട്ട? അല്ല. ഐശ്വര്യലക്ഷ്മി ഉണ്ടോ? അല്ല. പിന്നെ 2025 പടമാണോ? അതെ. ഈ പടം ഏതായിരുന്നു? മറ്റേത് ഇപ്പത്തെ അവൻ പോലീസുകാരനായിട്ടുള്ള നരിവേട്ടല്ലേ? നരിവേട്ടക്കകത്ത് കണ്ടിട്ടില്ല. പോലീസ് ഓഫീസർ ആണോ? അതെ. നരിവേട്ട. അതെ. അപ്പൊ എത്രയായി? 5-4. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ്. ഇല്ല. ടൊവിനോ, ജയസൂര്യ, കുഞ്ചാഗോപൻ, നിവിൻ പോളി, ഉണ്ണി മുകുന്ദൻ. ഇല്ല. ജാൻ ശ്രീനിവാസൻ, ബേസില് വിനീത് ശ്രീനിവാസൻ, ഷൈൻ ടോം ജാക്കോ, ഉണ്ണി മുകുന്ദൻ. ഉണ്ട്. ധ്യാൻ ശ്രീനിവാസനാണോ? ഓ ഡിറ്റക്റ്റീവ് ആണോ? ഡിറ്റക്റ്റീവ് ആണോ? അല്ല. ധ്യാനിന്റെ കൂടെ ആരെങ്കിലും? അജു വർഗീസ് ഉണ്ടായില്ലേ? ഉണ്ട്. വിനീത് ശ്രീനിവാസൻ ഉണ്ടായില്ലേ? ഉണ്ട്. എനിക്കതാണെന്ന് തോന്നുന്നുണ്ട്. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇനി ബാക്കി? 8 ക്വസ്റ്റ്യൻ. 8 ക്വസ്റ്റ്യൻസ് ചോദിച്ചു നോക്കാം. ധ്യാൻ ശ്രീനിവാസ് ഇതിൽ വയസ്സനാവോ? ഇല്ല. അതല്ലേ അതല്ല. ഇവര് 3. ഇത് മറ്റേത് സൽസുള്ള പടം ഏതായിരുന്നു? സൽസ ഉണ്ടായില്ലേ? സൽസ കുപ്പി. സൽസ എന്ന് പറഞ്ഞ കുപ്പി ഉണ്ടായില്ലേ? സൽസ മുക്കുണ്ട്. സൽസ മുക്ക, സൽസ കുപ്പിയാ. സൽസ എന്ന് പറഞ്ഞ കുപ്പി ഉണ്ട്. ദേശം എന്ന് പറഞ്ഞ നാടിന്റെ പേരുണ്ടായില്ലേ? ദേശം എന്ന് പറഞ്ഞ നാടിന്റെ പേരുണ്ടായില്ലേ? വേറെ ഇതിലില്ല. ഉണ്ടോ? ബേസിലാണോ ഡയറക്ട് ചെയ്ത പടം? ആണോ? അയ്യോ ആണെന്ന്. അതില് പപ്പടം വെക്കുന്ന ഒരാളുണ്ടോ? പപ്പടക്കടയില് പപ്പടം ഉണ്ടല്ലേ? നീരജ് മാതാണ് അതിൽ പെയിന്റ് അടിക്കുന്ന ക്യാരക്ടർ ആണോ? അല്ല, ആർട്ടിസ്റ്റ് ആണോ? ബിജു മേനോൻ ഉണ്ടോ? ബിജു മേനോൻ ഉണ്ടാ?
ആര്യാന്ന് പറഞ്ഞ നടിയുണ്ട്. ആര്യബടായി ഉണ്ട്. ഇങ്ങനെ എത്ര ദിവസം കൂടി ഉണ്ട്? തീർന്നാ? അയ്യോ അയ്യോ, വർഷങ്ങൾക്ക് ശേഷമാണോ? അല്ല. ഗോതയാണോ? അല്ല. കുഞ്ഞിരാമായണാണോ? എവിടെ കുഞ്ഞിരാമായണാണോ? അല്ല, വലിയ രാമായണം. അയ്യോ, 2020 ശേഷമുള്ള പടമാണോ? അല്ല. 2000 ശേഷമുള്ള പടമാണോ? 2000 മുമ്പുള്ള പടം. മമ്മൂട്ടി, മോഹൻലാല്, ദിലീപ്, സുരേഷ് ഗോപി, ജയറാം ഇവരുണ്ടോ? ഉണ്ട്. മമ്മൂട്ടി അല്ല. മോഹൻലാല്? അതെ. ശോഭന ഉണ്ടോ അതിനകത്ത്? ഇല്ല. ശ്രീനിവാസൻ ഉണ്ടോ? ഇല്ല. ജഗതി ഉണ്ടോ? ഇല്ല. കലാഭവമണി ഉണ്ടോ? ഇല്ല. മറ്റേ മോഹൻലാലിന് മറ്റൊരു പഴം കഴിച്ചിട്ട് കണ്ണുപോണ പടം ഏതായിരുന്നു? കുഞ്ഞുമക്കളെ, ഇലാമപ്പഴം കഴിക്കരുത്, അത് കണ്ണിന്റെ കാഴ്ച പോവും. ശ്രീനിവാസൻ ഉണ്ടെന്ന് പറഞ്ഞ ശ്രീനിവാസനില്ല, ജഗതി ഇല്ല. കിരീടത്തില് ശ്രീനിവാസനുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ, ഓർമ്മയില്ല. അവസാനം വെക്കണത് ശ്രീനിവാസനല്ലേ കിരീടം വെക്കണത്? ജഗതി ഇല്ല, ശ്രീനിവാസനില്ല. ലോറി ഓടിക്കുന്നതാണോ? ആര്? മോഹൻലാല്. ഉണ്ട്. ആദ്യത്തെ അക്ഷരം സ്പാ വെച്ചിട്ടാണോ? സ്പാ വെച്ചിട്ടാ? സ്പായല്ല. അതെ. പടികമാണോ? അല്ല, അല്ലല്ലോ, വെയിറ്റ്. രണ്ടാമത്തെ അക്ഷരം ഡി ആണോ? അല്ല. ലാസ്റ്റത്തെ അക്ഷരം ആണോ? അല്ല. അമ്മ ഇംഗ്ലീഷിലാണോ? അതെ. രണ്ടരം കൂടി. അച്ഛൻ തിലകനാണോ? അച്ഛൻ തിലകൻ. അതെ. അതിനകത്ത് മറ്റേ അച്ഛന്റെ മറ്റേ ഷർട്ടിന്റെ കൈ വെട്ടുന്നുണ്ടോ? വെട്ടുണ്ടാവായിരിക്കും. ഉണ്ട്. ഉണ്ടല്ലേ? അപ്പടി വരട്ടെ. വെയിറ്റ് കേട്ടാ. നമുക്ക് എത്ര ചാൻസ് ഉണ്ട് പറയാനായിട്ട്? ഉത്തരം പറയാൻ 3 ചാൻസ്. നരസിംഹമാണോ? അതെ. ആണോ? അല്ല. 6 തമ്പുരാൻ? അതെ. പടികമാണോ? അല്ല. സ്ഫടിക. സ്ഫടികാണോ? സ്ഫടികാണോ? പെട്ടെന്ന് സ്ഫടികം. അതെ. മമ്മൂട്ടി, മോഹൻലാല്, ജയറാം, സുരേഷ് ഗോപി, ദിലീപ് ഉണ്ട്. ഇതില് ഒരാൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ള പടമാണോ? അല്ല. ഇവരെ ഒരുമിച്ചുള്ള പടമല്ല. അല്ല, ഒറ്റയ്ക്കുള്ള പടമല്ലേ? ദിലീപിന്റെ പടമാണോ? ആണ്. 2005 മുമ്പുള്ള പടമാണോ? അല്ല. ഇതില് ദിലീപ് നാട് വിട്ടു പോയിട്ട് അങ്ങനത്തെ ഒരു പടമാണോ? അതാവാൻ പോകുന്നുണ്ട്. കൊറേ പടങ്ങൾ നാട് വിട്ടു പോകുന്നുണ്ട്. അതും നോക്കട്ടെ. ഇതിലവന് ഊമയാണോ? അല്ല. ഭുവൻ ചന്ദ്രൻ എന്നാണോ ആ ക്യാരക്ടറിന്റെ പേര്? ഭുവനേന്ദ്രൻ. അതില് ഈ അച്ചാറിൽ ടേസ്റ്റ് ചെയ്യണ സീനുണ്ടോ? അച്ചാറ് ഉണ്ട്. അയ്യോ, അതില് പടം പാണ്ടിപ്പടം. ഞങ്ങൾ വിശ്വസിക്കില്ല. ഞങ്ങൾ ചോദിക്കണ ചോദ്യത്തിന് ആൻസർ പറയണം. എത്ര ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ആൻസർ പറഞ്ഞ ലാസ്റ്റ് റൗണ്ട് ആണ്. ഓരോരോ റൗണ്ട് വെച്ചോളൂ. 2020 ശേഷമുള്ള പടമാണോ? അല്ല. 2000 ശേഷമുള്ള പടമാണോ? അല്ല. മോഹൻലാലിനോടാണോ? അതെ. കണ്ടുപിടിച്ചത് ജഗതി ഉണ്ടോ? നോക്കേണ്ടി വരും. മനസ്സിലായി. ആരുണ്ടോന്ന് വെച്ചേ? ജഗതി ഇല്ല. ശ്രീനിവാസൻ ഉണ്ടോ? ഇല്ല. ശോഭന ഉണ്ടോ? ഇല്ല. റൊമാൻറ്റിക് പടമാണോ? അല്ല. VBMN ഇതിനകത്തുണ്ടോ ആദ്യത്തെ അക്ഷരം? ഇല്ല. SAKLY ഇതിനകത്തുണ്ടോ? ആദ്യത്തെ അക്ഷരം ഇല്ല. ആർമി ഓർ പോലീസ് ആണോ? അല്ല. ഇലാമപ്പഴം ഉണ്ടോ അതിന്റെ അകത്ത്? ഇല്ല. ബ്രഹ്മം. അല്ല, ഭ്രമല്ല. മറ്റേ മോഹൻലാലി കഞ്ചാവ് വലിച്ചിട്ട് മറ്റേ മറ്റേ പടത്തില് വാമനപുരം ബസ് റൂട്ട്. വാമനപുരം ബസ് റൂട്ട്. എന്തായിരുന്നു ആ പടത്തിന്റെ പേര്? ആ പടം പറഞ്ഞോ കേട്ടിട്ട്. മറ്റേ പാട്ടുള്ളത് കുഴലൂതും പൂന്തെങ്കളെ മലനൂർ ചാർത്തി ഓടി വരും. അറിയാമോ? 11ാമത്തെ എടുക്കാൻ പോണു. ഗംഗയെ പാട്ടുണ്ട് ആ സിനിമയില്. ഇല്ല. അപ്പൊ അതല്ല. അതെന്തിനാ ചോദിക്കണേ? അതിനകത്ത് ശോഭന ഉണ്ടോ?
ശോഭന അതിനകത്ത് എവിടെ ശോഭന? ഒരു കാര്യം ചെയ്യ്, നീ അവനടിക്ക്. അതെ ആ തെലങ്ക കെട്ടിട്ട് ആടുന്നാരാ? അതിവൻ മറ്റവളെ അല്ലല്ല, അത് മറ്റേ സിനിമത്തല്ലേ, മറ്റേ നാഗവല്ലി. പടത്തിലെ അത് അത് നാഗവല്യ. അപ്പൊ ഗംഗ വരും. അപ്പൊ സുരേഷ് ഗോപി വരും. ഗംഗ പോകണ്ട. ഏതാണ് എനിക്ക് മാറി പോയില്ലേ? ഗസ്സി പടത്തിന്റെ പേര് പറ, പാട്ട് പിന്നാലെ വയ്ക്കാം. ഈ നകുലൻ തമ്പി ഉള്ളത്. നകുലൻ ഡോക്ടർ അത് വേറെ പടം. അതാ നീ ചെയ്തത്. അത് മറ്റേ മണിച്ചിത്രത്താഴ്. അതിന്റെ രണ്ടാം ഭാഗം. അല്ല, ഗംഗ അവന്റെ പേരാണ്. ത്രിപുരം അറിയാമോ? ഇല്ലെങ്കിൽ നമുക്ക് വിട്ടുകൊടുക്കാം. എന്തിനാ പറയുന്ന സമയങ്ങളാണ്? 1998 ആണോ പടത്തിന്റെ പേരാണോ? 98 സിനിമയുടെ പേരാണോ? അല്ല, സിനിമ ഇറങ്ങിയ വർഷം 1998 പടം. ഏതാ? അത്രയും പറഞ്ഞിട്ട് വെറുതെ ദിവസം എത്ര 2 ദിവസം ഉണ്ടല്ലോ, 2 ദിവസം കൂടെ ഉള്ളു. അതില് പട്ടികളിലായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പട്ടികളുണ്ടോ? ഇല്ല. പട്ടികളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ഫ്രെയിമിൽ വന്നു പോയോ എനിക്ക് അറിയില്ല. പട്ടില്ലെന്ന് പറഞ്ഞിട്ടാ പടം പട്ടിയില്ല. അറിയില്ല, തോറ്റു. ഇല്ല ശരി, തോറ്റ. പിന്നെ എനിക്കറിയില്ല. രസാന്തരാണോ? അല്ല. തന്മാത്രയാണോ? അല്ല. മെയ്നടൻ മോഹൻലാലാണോ? മെയിൻ നടൻ മോഹൻലാല്. അതെ. ഈ പുഴയും കടന്നാണോ? അല്ല. ഹരികൃഷ്ണൻ. ഹരികൃഷ്ണൻ. ഞാൻ കേട്ടെ, നിങ്ങൾക്ക് മോഹൻലാൽ കിട്ടിയപ്പോ നിങ്ങൾ വേറെ ആരും ഉണ്ട്. റൊമാൻസ് അല്ല. കോമഡി മിസ്റ്ററി ആണത്. വളരെ ബുദ്ധിമുട്ടാണ് ചോദിച്ചാൽ മതി. മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ദിലീപ്, സുരേഷ് ഗോപി. ഇല്ല. ദുൽഖർ, ദിയുമ്പോളി, ടൊവിനോ, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ. ഉണ്ട്. ദുൽഖറിന്റെ ആണല്ലേ എന്ന് പറയാം. യെസ്. 2020 ശേഷമുള്ള പടമാണോ? അല്ല. 2015 2020 ഇടയിലുള്ള പടമാണോ? ആണ്. സണ്ണി വെയിൻ ഉണ്ടോ കൂടെ? ഇല്ല. എത്ര ദിവസമായി? ഇതില് ദുൽഖർ സൽമാൻ മുടി നീട്ടി വളർത്തിയിട്ടുണ്ടോ? അതൊക്കെ നോക്കേണ്ടി വരും കേട്ടോ. ഇല്ല. ദുൽഖർ സൽമാൻ ഇതിന്ന് വേറെ സ്ഥലത്തേക്ക് വേറെ രാജ്യത്തിലോട്ട് പോകണ്ട? ഇല്ല. പെയിന്റ് അടിക്കാൻ പോകുന്നുണ്ടോ ഇതില്? അതറിഞ്ഞു കേട്ടോ. ദുൽഖർ സൽമാൻ അതില് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടോ? ക്രിക്കറ്റ്. അവരുടെ ടീമിന്റെ പേര് 6-4 മട്ടാഞ്ചേരി എന്നാണോ? ഇതിൽ ദുൽഖർ സൽമാൻ മരിക്കോ? പറവ. സിമ്പിൾ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ചലഞ്ച് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ചലഞ്ചിന്റെ വിന്നേഴ്സ് ജക്ടർ മൈമി ആൻഡ് ജബർദസ്ത് ആണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗൈസ്, ലവ് യു ഓൾ.